Welcome back, my dear students. Myself Lakshmi Nair, working as Associate Professor, Department of Triple S and IT Adoor. In today's session, we are going to discuss about VHDL Programming Part 2 in Digital Electronics and Logic Design Module 6 under K2 for S4 Triple students. In this test, we have included Module 4, 5 and 6 of Digital Electronics and Logic Design. The objective of this session is to familiarize VHDL programming. So in this session, we have discussed about question. So this is the question paper. Here we can see that question number 5. It is discuss different types of shift registers and discuss a 3-bit asynchronous counter using JK flip-flop. Discuss different types of shift registers ആണ് ഇവിടെ ഷിഫ്റ്റ് രജിസ്റ്ററിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ഒരു മാർക്ക് പിന്നെ 4 ടൈപ്സ് ഉണ്ട് ഓരോ ടൈപ്പിനും ഓരോ മാർക്ക് വെച്ചിട്ടാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇപ്പം നമുക്ക് അറിയാം 4 ടൈപ്പ് ഉണ്ട് ആദ്യമേ നമുക്ക് ഇനിഷ്യലി ഒരു ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റയെ സീരിയലി അല്ലെങ്കിൽ പാരലലി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഡിവൈസാണ് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഇതൊരു സീക്വൻഷ്യൽ സർക്യൂട്ടാണ് ഇത് ഡേറ്റയെ സ്റ്റോർ ചെയ്യാനും മൂവ് ചെയ്യാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് 4 ടൈപ്സ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ആൻഡ് പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ അപ്പോൾ ഓരോന്നിനെ പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം ആദ്യമേ സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ഇതിന് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡേറ്റ എൻ്റർ ചെയ്യുന്ന സീരിയലി ആയിരിക്കും ഡേറ്റ ഔട്ട് ചെയ്യുന്നതും സീരിയലി ആയിരിക്കും ഓൾറെഡി നമ്മളിത് ക്ലാസ് സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതാണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ടിൻ്റെ ഡയഗ്രാം അപ്പോൾ ഡയഗ്രാം ഉൾപ്പെടെ എക്സ്പ്ലനേഷനും കൂടി എഴുതിയാലേ ആ ഒരു മാർക്ക് കിട്ടത്തുള്ളൂ ഇതിനടുത്ത് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ട്രൂത്ത് ടേബിളാണ് തന്നിരിക്കുന്നത് ഡേറ്റ സീരിയലി ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ ട്രൂത്ത് ടേബിളിൽ കാണിച്ചിരിക്കുന്നത് അടുത്തത് സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ആണ് ഡേറ്റയെ ഇൻ ചെയ്യുന്നത് സീരിയലി ആയിരിക്കും ഔട്ട് ചെയ്യുന്നത് പാരലലി ആയിരിക്കും ഒന്നിച്ച് എല്ലാ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിനും ഡേറ്റയെ ഔട്ട് ചെയ്യാൻ പറ്റും ഇതാണ് ഡയഗ്രാം ഡേറ്റയെ എൻ്റർ ചെയ്യുന്നത് സീരിയലി ആയിരിക്കും ഔട്ട് ചെയ്യുന്നത് പാരലലി ആയിരിക്കും ഇതാണ് അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം അടുത്തത് പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ഇവിടെ ഡേറ്റയെ എൻ്റർ ചെയ്യുന്നത് പാരലലി ആയിരിക്കും ഔട്ട് ചെയ്യുന്നത് സീരിയൽ ഇവിടെ നമുക്ക് ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിലേക്ക് നോക്കിയാൽ അവിടെ നമുക്ക് 2 ലൈൻസ് കാണാവുന്നതാണ് ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് ലോ ലൈനാണ് രണ്ടാമത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് ഹൈ ലൈനാണ് ഈ ആക്റ്റീവ് ലോ ലൈനിൽ നിന്നും 3 ഗേറ്റുകൾ കണക്ട് ചെയ്തിട്ടുണ്ട് G2 G4 G6 ഈ 3 ഗേറ്റുകളുടെയും സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അത് ഡേറ്റ ബിറ്റ്സുകളാണ് B C D അതുപോലെ ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിൻ്റെ ആക്റ്റീവ് ഹൈ ലൈനിൽ നിന്നും 3 ഗേറ്റുകൾ കണക്ട് ചെയ്തിട്ടുണ്ട് G1 G3 G5 ഈ 3 ഗേറ്റുകളുടെയും സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഔട്ട്പുട്ടാണ് ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ടിനെയും അതുപോലെ തന്നെ ഔട്ട്പുട്ടിനെയും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നത് ഇനി സപ്പോസ് നമുക്കൊരു 4 ബിറ്റ് ഡേറ്റ ഇതിലേക്ക് ലോഡ് ചെയ്യണം എങ്കിൽ നമ്മൾ ആ 4 ബിറ്റ് ഡേറ്റയെ ABCD പിൻസിലേക്ക് കൊടുക്കുക എന്നിട്ട് ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ സിഗ്നൽ ലോ ആക്കുക ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ സിഗ്നൽ ലോ ആക്കുമ്പം ആക്റ്റീവ് ലോ ലൈൻ ആക്റ്റീവ് ആവും ആസ് എ റിസൾട്ട് G2 G4 G6 എന്നീ ഗേറ്റുകൾ എനേബിൾ ആവും G2 G4 G6 എന്നീ ഗേറ്റുകൾ എനേബിൾ ആവുമ്പം കറസ്പോണ്ടിങ് ആയിട്ട് ഡേറ്റ A എന്ന് പറയുന്ന ഡേറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് എയിലേക്ക് ലോഡാവും B എന്ന് പറഞ്ഞ ഡേറ്റ G2വിൽ കൂടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയിലേക്ക് ലോഡാകും സി എന്ന് പറഞ്ഞ ഡേറ്റ G4ൽ കൂടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയിൽ ലോഡാകും ഡി എന്ന് പറഞ്ഞ ഡേറ്റ G6ൽ കൂടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയിലേക്ക് ലോഡാകും അതായത് ABCD എന്നീ 4 ഡേറ്റ ബിറ്റുകളും 4 ഫ്ലിപ്പ് ഫ്ലോപ്പിലായിട്ട് ലോഡായി ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റയെ ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ 4 ബിറ്റിനെയും പാരലലായിട്ട് അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് ആയിട്ടാണ് ലോഡ് ചെയ്തത് ഡേറ്റയെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഡേറ്റയെ ഔട്ട്പുട്ടിലേക്ക് എടുക്കണം ഔട്ട്പുട്ടിലേക്ക് എടുക്കാൻ വേണ്ടി സീരിയലായിട്ടാണ് ഇവിടെ ഔട്ട്പുട്ട് വർക്ക് ചെയ്യുന്നത്
ഇപ്പോൾ നമ്മൾ ഓൾറെഡി 4 ബിറ്റുകൾ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ലാസ്റ്റ് ബിറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയിലുണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയിൻ്റെ ഔട്ട്പുട്ടായ ക്യൂ ഡിയിൽ നിന്നും ആ ബിറ്റിനെ നമുക്ക് ഡയറക്റ്റായിട്ട് ഔട്ട്പുട്ടിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ലാസ്റ്റ് ബിറ്റ് ഇപ്പം ഔട്ട്പുട്ടിൽ കിട്ടി. ഇനി റിമൈനിങ് ആയിട്ടുള്ള 3 ബിറ്റുകളെയും കൂടെ ഈ ഔട്ട്പുട്ട് പിന്നിലേക്ക് കൊണ്ടെത്തിക്കണം. അത് സീരിയലായിട്ട് ഷിഫ്റ്റ് ചെയ്ത് വേണം കൊണ്ടെത്തിക്കാൻ. അതിനു വേണ്ടിയാണ് നമ്മൾ ഷിഫ്റ്റ് സിഗ്നൽ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ സിഗ്നലിനെ നമ്മൾ ഹൈ ആക്കുക. ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ സിഗ്നലിനെ ഹൈ ആക്കുമ്പം ഏതൊക്കെ ഗേറ്റ്സ് ആക്റ്റീവ് ആവുന്ന G1, G3, G5 എന്നീ ഗേറ്റുകൾ ആക്റ്റീവ് ആവും. G1ലേക്ക് നമുക്ക് നോക്കിയാൽ G1 ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എയുടെ ഔട്ട്പുട്ടിൽ നിന്നാണ്. G3യിലേക്ക് നോക്കിയാൽ അതിൻ്റെ സെക്കൻഡ് ഇൻപുട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയുടെ ഔട്ട്പുട്ടിൽ നിന്നാണ്. അതുപോലെ G5ൻ്റെ ഒരു ഇൻപുട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയുടെ ഔട്ട്പുട്ടിൽ നിന്നാണ്. അപ്പം നമ്മൾ ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിനെ ഹൈ ആക്കി. ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിനെ ഹൈ ആയപ്പോൾ ആക്റ്റീവ് ഹൈ ലൈൻ, അതായത് രണ്ടാമത്തെ ലൈനായിരിക്കും ആക്റ്റീവ് ആയിട്ടുള്ളത്. ആ ലൈനിൽ കണക്ട് ചെയ്തേക്കുന്ന ഗേറ്റ്സുകൾ ഏതാണെന്ന് നോക്കിയാൽ G1ഉം G3യും G5ഉമാണ് ആ ലൈനുകളിൽ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഗേറ്റുകൾക്ക് 2 ഇൻപുട്ടുണ്ട്. ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നും വരുന്നത്, ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിൽ നിന്ന് വരുന്നത്. അപ്പം ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതിനാൽ G1 ആക്റ്റീവ് ആകുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എയുടെ ഔട്ട്പുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയുടെ ഇൻപുട്ടിലേക്ക് ഷിഫ്റ്റ് ആകും. അതുപോലെ G3 ആക്റ്റീവായിട്ടിരിക്കുമ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയുടെ ഔട്ട്പുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയുടെ ഇൻപുട്ടിലേക്ക് ഷിഫ്റ്റ് ആവും. അതുപോലെ G3 ആക്റ്റീവായിരിക്കുമ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയുടെ ഔട്ട്പുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയുടെ ഇൻപുട്ടിലേക്ക് ഷിഫ്റ്റ് ആകും. അതായത് മൂന്നാമത്തെ ബിറ്റ്, ലാസ്റ്റ് ബിറ്റ് നമ്മൾ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് എടുത്തു. പ്രീവിയസ് ബിറ്റ് ഇപ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയിലെത്തി. അതിന് തൊട്ട് മുമ്പിലത്തെ ബിറ്റ് ഇപ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയിലെത്തി. അതിന് തൊട്ട് മുമ്പിലത്തെ ബിറ്റ് ഇപ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയിലും എത്തി. അപ്പോൾ അങ്ങനെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എയിൽ ഇപ്പം ഡേറ്റ ഒന്നും ഇല്ല, അങ്ങനത്തെ സ്റ്റേറ്റിലിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഒരു ബിറ്റ് നമ്മൾ ഓൾറെഡി ഷിഫ്റ്റ് ഔട്ട് ചെയ്തു. രണ്ടാമത്തെ ബിറ്റിനെ നമുക്ക് ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ ഷിഫ്റ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് വീണ്ടും ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിനെ നമ്മൾ സിഗ്നൽ കൊടുക്കുക. അപ്പോൾ ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിലേക്ക് ഷിഫ്റ്റ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഷിഫ്റ്റിംഗ് നടക്കുന്നതാണ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് പാരലൽ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ വർക്കിങ്ങിനെ പറ്റിയാണ്. ഇനി ഈ വർക്കിംഗ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണ്. എക്സാമ്പിളായി നമ്മൾ കൺസിഡർ ചെയ്യുന്ന 1011 എന്ന് പറഞ്ഞ ഡേറ്റയാണ്. ഈ ഡേറ്റയെ നമുക്ക് എങ്ങനെ പാരലൽ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിൽ ലോഡ് ചെയ്യാം, എങ്ങനെ ഈ ഡേറ്റയെ പാരലൽ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിൽ കൂടെ ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പുകളും ഫ്ലിപ്പ് ഫ്ലോപ്പ് എ, ഫ്ലിപ്പ് ഫ്ലോപ്പ് ബി, ഫ്ലിപ്പ് ഫ്ലോപ്പ് സി, ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡി, ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പുകളും ക്ലിയർ സ്റ്റേറ്റിലായിരിക്കും. ക്ലിയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എല്ലാം 0 ആയിരിക്കും. സോ QA will be 0, QB will be 0, QC will be 0 ആൻഡ് QD will be 0. ഇനി നമ്മൾ ഇൻപുട്ടിനെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്ലൈ ചെയ്യാൻ പോകുന്ന ഇൻപുട്ട് 1011 എന്നുള്ള ഡേറ്റയാണ്. ഈ ഇൻപുട്ടിനെ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സിലേക്ക്
സേവ് ചെയ്യാൻ തുടങ്ങുകയാണ്, അതായത് ലോഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് സിഗ്നലാണ് ഉപയോഗിക്കേണ്ടത്? ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ എന്നുള്ള സിഗ്നലാണ് ഉപയോഗിക്കേണ്ടത്. ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിൽ ഏത് ഫംഗ്ഷൻ മോഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ലോഡ് എന്നുള്ള ഫംഗ്ഷണൽ മോഡാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലോഡ് ആക്റ്റീവ് ആവാൻ വേണ്ടി ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ സിഗ്നലിനെ 0 ആക്കുക, അതായത് ലോ ആക്കുക. ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ സിഗ്നലിനെ ലോ ആക്കുമ്പം നമ്മുടെ ആക്റ്റീവ് ലോ ലൈൻ, അതായത് ഫസ്റ്റ് ലൈൻ ആക്റ്റീവ് ആവും. ഫസ്റ്റ് ലൈൻ ആക്റ്റീവ് ആകുമ്പം അതിൽ കണക്ട് ചെയ്തേക്കുന്ന ഗേറ്റ്സുകളെല്ലാം ആക്റ്റീവ് ആവും. അതിൽ കണക്ട് ചെയ്തേക്കുന്ന ഗേറ്റ്സുകൾ ഏതൊക്കെയാണ്? G2, G4, G6. ഈ 3 ഗേറ്റുകളാണ് നമ്മുടെ ലോഡ് ബാർ ലൈനിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഗേറ്റുകൾ, അതായത് G2, G4, G6, ആ ഗേറ്റുകളുടെ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അത് ഡേറ്റ ബിറ്റുകളാണ്. ബി സി ഡി ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ബി സി ഡി എന്ന് പറഞ്ഞാൽ 3 ബിറ്റുകളാണ് G2, G4, G6ൻ്റെ ഒരു ഇൻപുട്ട്. സെക്കൻഡ് ഇൻപുട്ട് ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിൽ നിന്നാണ് കണക്ട് ചെയ്തേക്കുന്നത്. ആസ് എ റിസൾട്ട് ഇവിടെ നമ്മൾ ബിയിലും സിയിലും ഡിയിലും ഏത് ഡേറ്റ കൊടുത്താലും ആ ഡേറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ലോഡ് ആകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ 1011 എന്നുള്ള ഡേറ്റയാണ്. അപ്പോൾ ഈ ഡേറ്റയെ നമ്മൾ എ ബി സി ഡി എന്ന് പറഞ്ഞ ഇൻപുട്ട് പിൻസിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ആദ്യത്തെ 1നെ എയിൽ കൊടുക്കുന്നു, 0നെ ബി കൊടുക്കുന്നു, 1നെ സിയിൽ കൊടുക്കുന്നു, അടുത്ത 1നെ നമ്മൾ ഡിയിൽ കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ 1011 എന്നുള്ള ഡേറ്റയെ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിനെ ലോ ആക്കുന്നു. ആസ് എ റിസൾട്ട് ഈ എ ബി സി ഡി ഇൻപുട്ടിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഡേറ്റ അങ്ങനെ തന്നെ ആ ഫ്ലിപ്പ് ഫ്ലോപ്പുകളിൽ, കറസ്പോണ്ടിങ് ഫ്ലിപ്പ് ഫ്ലോപ്പുകളിൽ ലോഡ് ആകുന്നു, അതായത് സേവ് ആകുന്നു. എ എന്ന് പറഞ്ഞ ബിറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എയിൽ സേവ് ആവുന്നു, ബി എന്ന് പറഞ്ഞ ബിറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയിൽ സേവ് ആവുന്നു, സി എന്ന് പറഞ്ഞ ബിറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയിൽ സേവ് ആവുന്നു, ഡി എന്ന് പറഞ്ഞ ബിറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയിൽ സേവ് ആവുന്നു. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ സ്റ്റാറ്റസ്, ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൊടുത്ത ഇൻപുട്ട്, നമ്മളിപ്പം ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്കാണ് ബിറ്റുകൾ കൊടുത്തത്. അപ്പോൾ ഇൻപുട്ടിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ എ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എയുടെ ഇൻപുട്ടിൽ കൊടുത്തു, ബി നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയുടെ ഇൻപുട്ടിൽ കൊടുത്തു, സി നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയുടെ ഇൻപുട്ടിൽ കൊടുത്തു, ഡി നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയുടെ ഇൻപുട്ടിൽ കൊടുത്തു. ഇനി നമ്മൾ ഫസ്റ്റ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുകയാണ്. ഫസ്റ്റ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താകും? ക്യൂയുടെ വാല്യൂ, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എയുടെ ഔട്ട്പുട്ടിൽ വരുന്നത് അതിൽ കൊടുത്തേക്കുന്ന ഇൻപുട്ട് 1, ക്യൂബിയുടെ വാല്യൂ 0 ആവും, ക്യൂസിയുടെ വാല്യൂ ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയുടെ ഇൻപുട്ടിൽ കൊടുത്തേക്കുന്ന 1 ആവും, ക്യൂഡിയുടെ വാല്യൂ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയുടെ ഇൻപുട്ടിൽ കൊടുത്തേക്കുന്ന 1 ആവും. അപ്പം നമ്മൾ എയിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ ക്യു എയിലെത്തും, ബിയിൽ കൊടുത്തേക്കുന്ന വാല്യൂ ക്യു ബിയിലെത്തും, സിയിൽ കൊടുത്തേക്കുന്ന വാല്യൂ ക്യു സിയിലെത്തും, ഡിയിൽ കൊടുത്തേക്കുന്ന വാല്യൂ ക്യു ഡിയിലെത്തും. അതായത് ഇൻപുട്ടിൽ കൊടുത്തേക്കുന്ന വാല്യൂ, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിൽ കൊടുത്തേക്കുന്ന വാല്യൂ ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിലേക്ക് എത്തും. അപ്പം പ്രസൻറ്റ് സിറ്റുവേഷനിൽ വി ക്യാൻ സീ ദാറ്റ് ക്യു എ ഈക്വൽ ടു 1, ക്യു ബി ഈക്വൽ ടു 0, ക്യു സി ഈക്വൽ ടു 1 ആൻഡ് ക്യു ഡി ഈക്വൽ ടു 1. നമ്മൾ ഫസ്റ്റ് ക്ലോക്ക് പൾസ് ആണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മൾ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ ആ ഷിഫ്റ്റ് രജിസ്റ്ററിൽ സേവ് ആയി. 1011 എന്ന് പറഞ്ഞ ഡേറ്റ ആ ഷിഫ്റ്റ് രജിസ്റ്ററിൽ ഓൾറെഡി ലോഡായി. ഇനി നമുക്ക് ആ ഡേറ്റയെ അവിടെ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. സപ്പോസ് നമുക്ക് ഈ ഡേറ്റയെ റിട്രീവ് ചെയ്യണം. റിട്രീവ് ചെയ്യണമെങ്കിൽ വി ഓൾ നോ ദാറ്റ് ഈ ഒരു ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് പിന്നാണ്. ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡി ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയുടെ ഔട്ട്പുട്ട് പിൻ എന്ന് പറഞ്ഞാൽ അത് ക്യൂ ഡി ആണ്. അപ്പോൾ ക്യൂ ഡിയിൽ എന്താണോ വരുന്നത് അതായിരിക്കും ഇവിടെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. സീരിയലായിട്ട് ഔട്ട്പുട്ട് എടുക്കുന്നത് കൊണ്ട് ഓരോ ബിറ്റിനെയും നമ്മൾ ക്ലോക്ക് അപ്ലൈ ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഔട്ട്പുട്ടിനെ നമുക്ക് എടുക്കേണ്ടതാണ്. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് 1011 എന്നാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. ക്യു എയിലും ക്യു ബിയിലും ക്യു സിയിലും ക്യു ഡിയിലും വന്നേക്കുന്നത്. അതനുസരിച്ച് ക്യു ഡിയിൽ വന്നേക്കുന്ന വാല്യൂ 1 ആണ്. ഈ 1നെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പ്രീവിയസ് ബിറ്റിനെ ഔട്ട്പുട്ടിലേക്ക് എടുക്കാൻ വേണ്ടി ഒരു ക്ലോക്ക് പൾസും കൂടെ അപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾ സെക്കൻഡ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ സെക്കൻഡ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് ഓഫ് ഡേറ്റയാണ്. ഡേറ്റയെ ഷിഫ്റ്റ് ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്ത ലോഡിംഗ് ഓഫ് ഡേറ്റയായിരുന്നു.
നമ്മൾ ഡേറ്റയെ ഫുള്ളായി ലോഡ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷിഫ്റ്റിംഗ് ഓഫ് ഡേറ്റയാണ്. ഓരോ ഡേറ്റ ബിറ്റിനെയും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് എടുക്കാൻ വേണ്ടി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷിഫ്റ്റിംഗ് ഓഫ് ഡേറ്റയാണ്. ഷിഫ്റ്റിംഗ് ഓഫ് ഡേറ്റയ്ക്ക് എന്ത് ചെയ്യണം? മോഡ് പിന്ന് അല്ലെങ്കിൽ ഫങ്ഷണൽ കീയെ ചേഞ്ച് ചെയ്യണം. അതിനെ നമ്മൾ ഇപ്പം ലോഡിലാണ് വെച്ചേക്കുന്നത്. അതിനെ നമ്മൾ ഷിഫ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. ഷിഫ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ പിന്നിലെ സിഗ്നൽ നമ്മൾ ഹൈ കൊടുക്കണം. ലോജിക് ഹൈ അല്ലെങ്കിൽ നമ്മൾ ഒരു ഹൈ വോൾട്ടേജ് അവിടെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പം ഷിഫ്റ്റ് ഫംഗ്ഷൻ ആക്റ്റീവ് ആവും. ഷിഫ്റ്റ് ഫംഗ്ഷൻ ആക്റ്റീവ് ആവുമ്പോൾ യു ഓൾറെഡി നോ ദാറ്റ് എലോങ് വിത്ത് ഷിഫ്റ്റ് ഫംഗ്ഷൻ ഏതൊക്കെ ഗേറ്റ്സ് ആയിരിക്കും ആക്റ്റീവ് ആവുന്ന? G1, G3, G5 എന്നീ ഗേറ്റുകൾ ആക്റ്റീവ് ആവും. നമ്മളുടെ ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിലെ ഷിഫ്റ്റ് ലൈനിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത് G1, G3, G5 എന്നീ ഗേറ്റുകളാണ്. ആ 3 ഗേറ്റുകളും ഇവിടെ ആക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ ഈ 3 ഗേറ്റുകളും ആക്റ്റീവ് ആവുമ്പോൾ നമുക്ക് കാണാം ആ ഗേറ്റുകളിൽ G1 എന്ന് പറഞ്ഞ ഗേറ്റിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എയുടെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. G2 എന്ന് പറഞ്ഞ ഗേറ്റിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയുടെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. G3 എന്ന് പറഞ്ഞ ഗേറ്റിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയുടെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ക്ലോക്കുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെയൊക്കെ സ്റ്റേറ്റ്സ് ചേഞ്ച് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ട്രൂത്ത് ടേബിളിൽ കാണാം. സെക്കൻഡ് ക്ലോക്ക് പൾസ് നോക്കാം. സെക്കൻഡ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് QAയിലുണ്ടായിരുന്ന വാല്യൂ QBയിലേക്ക് പോകും. QBയിലുണ്ടായിരുന്ന വാല്യൂ QCയിലേക്ക് പോകും. QCയിലുണ്ടായിരുന്ന വാല്യൂ QDയിലേക്ക് പോകും. അപ്പോൾ QDയിലുണ്ടായിരുന്ന വാല്യൂ നമുക്ക് ഔട്ട്പുട്ടിൽ ഓൾറെഡി നമ്മൾ ഔട്ട്പുട്ടിൽ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കാണാം QDയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എടുക്കേണ്ട ബിറ്റാണ്. ആ 1 ആണ് അവിടെ പ്രസൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ 1നെയും ഫൈനൽ ഔട്ട്പുട്ടായിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ബിറ്റിനെ ഔട്ട്പുട്ടിലേക്ക് എടുക്കണം. അതിനുവേണ്ടി എന്ത് വേണം? നമ്മൾ ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ ഓൾറെഡി ഷിഫ്റ്റിലേക്ക് കൊടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഷിഫ്റ്റിലേക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഓൾറെഡി G1ഉം G3ഉം G5ഉം ഇപ്പോൾ ആക്റ്റീവ് സ്റ്റേജിലാണ്. ഇനി നമ്മൾ അടുത്ത ക്ലോക്കും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ഷിഫ്റ്റിംഗ് ഓപ്പറേഷനും കൂടെ പെർഫോം ചെയ്യുന്നതാണ്. ആ ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം എന്ത് പറ്റും? QAയിലുണ്ടായിരുന്നത് QBയിലേക്ക് പോകും. QBയിലുണ്ടായിരുന്നത് QCയിലേക്ക് പോകും. QCയിലുണ്ടായിരുന്നത് QDയിലേക്ക് പോകും. ആസ് എ റിസൾട്ട് QCയുടെ വാല്യൂ 1 ആവും. QDയുടെ വാല്യൂ 0 ആവും. അപ്പോൾ QDയിൽ ഇപ്പം വന്നിരിക്കുന്ന വാല്യൂ 0 ആണ്. ഈ 0 ആണ് ഇനി നമുക്ക് ഔട്ട്പുട്ടിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനെയും നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് ബിറ്റായിട്ട് സീരിയൽ ഡേറ്റ ഔട്ട്പുട്ടായിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് റിമൈനിങ് ആയിട്ട് ഒരു ബിറ്റും കൂടെ ഉള്ളൂ ഔട്ട്പുട്ടിലേക്ക് എടുക്കാൻ വേണ്ടി. അതിനുവേണ്ടി നമ്മൾ അടുത്ത ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ഷിഫ്റ്റിംഗ് ഓപ്പറേഷനും കൂടി നടക്കുന്നതാണ്. വീണ്ടും ഒരു ഷിഫ്റ്റിംഗ് ഓപ്പറേഷനും കൂടെ നടക്കുമ്പോഴത്തേക്ക് QAയുടെ വാല്യൂ QBയിൽ പോകും. QBയുടെ വാല്യൂ QCയിൽ പോകും. QCയുടെ വാല്യൂ QDയിൽ പോകും. അപ്പോൾ ആസ് എ റിസൾട്ട് ഇനി നമുക്ക് ലാസ്റ്റ് എടുക്കേണ്ട 4th ബിറ്റ് ഇപ്പോൾ എവിടെ എത്തി? QDയിലെത്തി. അപ്പോൾ QDയിൽ നിന്നും ഈ ലാസ്റ്റ് ബിറ്റിനെ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ടായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ 4 ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്തു. ഈ 4 ക്ലോക്ക് പൾസ് കൊണ്ട് നമ്മൾ 4 ബിറ്റ് ഡേറ്റയെ സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞ് അതിനെ ഔട്ട്പുട്ടിലേക്ക് റിട്രീവ് ചെയ്ത് എടുക്കുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആകെ നമുക്ക് വേണ്ടി വന്നത് 4 ക്ലോക്ക് പൾസ് ആണ്. ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ നമ്മൾ 4 ബിറ്റ് ഡേറ്റയെ ലോഡ് ചെയ്തു. സെക്കൻഡും തേർഡും ഫോർത്തും ക്ലോക്ക് പൾസസ് ഉപയോഗിച്ച് നമ്മൾ ഈ ലോഡ് ചെയ്ത 4 ബിറ്റ് ഡേറ്റയും ഔട്ട്പുട്ടിൽ എത്തിച്ചു. ഇനി നമ്മൾ വീണ്ടും ഒരു ക്ലോക്ക് പൾസും കൂടെ അപ്ലൈ ചെയ്താലോ? വീണ്ടും ഒരു ക്ലോക്ക് പൾസും കൂടെ അപ്ലൈ ചെയ്താൽ എന്താവും? വീണ്ടും ഒന്നും കൂടെ ഷിഫ്റ്റ് ആവും. വീണ്ടും ഒന്നും കൂടെ ഷിഫ്റ്റ് ആവുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ വാല്യൂ എന്താവും? QDയിലുണ്ടായിരുന്ന 1ഉം ഷിഫ്റ്റ് ഔട്ട് ആയില്ലേ? ആസ് എ റിസൾട്ട് എന്താവും? എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും ക്ലിയർ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തും. QAയുടെ വാല്യൂ 0 ആവും. QBയുടെ വാല്യൂ 0 ആവും. QCയുടെ വാല്യൂ 0 ആവും. QDയുടെ വാല്യൂ 0 ആവും. അപ്പം അങ്ങനെ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലായെന്ന്. അടുത്തതായിട്ട് നമുക്ക് പാരലൽ പാരലൗട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. പാരലൽ പാരലൗട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിൽ ഡേറ്റ എൻ്റർ ചെയ്യുന്നത് പാരലലിയാണ്. ഡേറ്റയെ ഔട്ട് ചെയ്യുന്നതും പാരലലി തന്നെയാണ്. അപ്പോൾ ഇവിടെ ഡേറ്റയെ എൻ്റർ ചെയ്യുന്നത് പാരലലിയാണ്, ഔട്ട് ചെയ്യുന്നതും പാരലലിയാണ്. ഇതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരലൽ പാരലൗട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസൈൻ എ 3 ബിറ്റ് അസിൻക്രണസ് കൗണ്ടർ യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതിൻ്റെ ഡയഗ്രത്തിന്
2 മാർക്ക്, വേവ് ഫോമിന് 1 മാർക്ക്, ട്രൂത്ത് ടേബിളിന് 1 മാർക്ക്, എക്സ്പ്ലനേഷന് 1 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. സോ ഇതാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന ഡയഗ്രാം. അപ്പം ഇവിടെ ഡിസൈന് 3 ബിറ്റ് അസിൻക്രണസ് കൗണ്ടർ യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതാണ് അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം. ട്രൂത്ത് ടേബിൾ, അതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ എക്സ്പ്ലനേഷനകത്ത് നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഇതിൽ നമുക്ക് 3 ബിറ്റ് ആയതുകൊണ്ട് 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉപയോഗിക്കണം. ഫ്ലിപ്പ് ഫ്ലോപ്പ് 0, ഫ്ലിപ്പ് ഫ്ലോപ്പ് 1, ഫ്ലിപ്പ് ഫ്ലോപ്പ് 2. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പുകളെ നമുക്ക് ആ ഡയഗ്രത്തിൽ കാണിച്ചേക്കുന്ന രീതിയിൽ കണക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമുക്ക് 3 ബിറ്റ് ആയതുകൊണ്ട് ഇവിടെ 000 തൊട്ട് 111 വരെ, അതായത് മോഡ് 8 കൗണ്ടറായിട്ടായിരിക്കും ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഈ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ട്രൂത്ത് ടേബിളിൽ കാണുന്ന പോലെ ആയിരിക്കും കിട്ടുന്നത്. നെഗറ്റീവ് അടിച്ച് ട്രിഗേർഡ് ആയിട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. So in this session we have discussed about question number 5 and 5A and 5B of part B. For the reference, please refer Digital Electronics. Thank you for listening to the session.